ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ നാളെ നടക്കാൻ പോകുന്ന +1 ഇക്കണോമിക്സ് എക്സാമിന് ഉള്ള പോർഷൻസിൻ്റെ ഒരു ഡിസ്കഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് ചാപ്റ്റർ 3 to 7 ആണ് ഫസ്റ്റ് പാർട്ട് ഇക്കണോമിക്സിൽ നിന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കായിട്ടോ അല്ലെങ്കിൽ നോട്ട്സായിട്ടോ റെഡി ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 എടുക്കുമ്പോൾ ചാപ്റ്റർ 3യുടെ പേരെന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നോക്കേണ്ടത് IBRD, International Bank for Reconstruction and Development, popularly known as World Bank and International Monetary Fund, IMF. ഇതൊന്ന് ഓർത്തിരിക്കുക. വേൾഡ് ബാങ്ക് എന്നും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നും അറിയപ്പെടുന്നത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRD ആണ്. ഇക്കാര്യമൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് WTO എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. WTO was founded as a successor to ഡാഷ്. ഗാട്ട് എന്ന് പറയുന്ന ഒന്നിൻ്റെ പുതിയൊരു പേര്. അതായത് ഗാട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948 1948 എസ്റ്റാബ്ലിഷ് ചെയ്ത ഗാട്ടിനെ 1995 ആയപ്പോൾ WTO എന്നുള്ള പേരിൽ റീപ്ലേസ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: WTO വാസ് ഫൗണ്ടഡ് ആസ് എ സക്സസർ ടു ഡാഷ്. എന്തിൻ്റെ സക്സസറായിട്ടാണ് WTO വന്നത്? ഗാട്ടിൻ്റെ. ഗാട്ട് കഴിഞ്ഞിട്ടാണ്, ഗാട്ട് പഴയ പേര്, WTO പുതിയ പേര്. സക്സസർ ഓഫ് ഗാട്ട്, അത് തിരിച്ചും ചോദിക്കാം. സക്സസർ ഓഫ് ഗാട്ട് എന്ന് ചോദിക്കാം. ആൻസർ WTO. ഇയർ ചോദിക്കാറുണ്ട്. WTO ഫൗണ്ടഡ് ഇൻ ദി ഇയർ 1995. ഗാട്ട് ഫൗണ്ടഡ് ഇൻ ദി ഇയർ 1948. രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിക്കേ, റൈറ്റ് 2 ഗോൾസ് ഓഫ് WTO. കുറച്ച് ഗോൾസ് ഞാൻ പറയാം. എൻകറേജിങ് മൾട്ടിലാറ്ററൽ ട്രേഡ്, അതല്ലാന്നാണെങ്കിൽ എൻകറേജിങ് വേൾഡ് ട്രേഡ് എന്നുള്ള പോയിൻ്റ് ഓർക്കുക. പിന്നെ നോക്കാം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഈ ഒരു പോയിൻ്റ് ഓർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിമൂവൽ ഓഫ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ് ഇൻ ട്രേഡ്. ടെക്സ്റ്റിൽ ഈ പറയുന്ന WTOയുടെ എയിംസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എയിംസ് പഠിക്കണം. അടുത്തത് നോക്കിക്കേ, which one is related to privatization? Answer is disinvestment. Disinvestment ആണ് പ്രൈവറ്റൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു 1 word ക്വസ്റ്റ്യൻ ഉറപ്പാണ് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു പബ്ലിക് ഈസ് നോൺ ആസ് ഡാഷ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഉറപ്പാണ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ടോ, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ എന്ന് ചോദിക്കാറുണ്ട്. ഗിവിങ് എവേ ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്, അതാണ് പ്രൈവറ്റൈസേഷൻ. വാട്ട് ഈസ് ലിബറലൈസേഷൻ, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ, ഇതെല്ലാനും അറിഞ്ഞിരിക്കണം. ലിബറലൈസേഷൻ എന്താണ്? ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം ഗവൺമെൻറ് റീസ്ട്രിക്ഷൻസ്, അതാണ് ലിബറലൈസേഷൻ. നെക്സ്റ്റ്, what is privatization? Privatization means giving away ownership or management of government enterprises to private companies. Disinvestment പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദി വേൾഡ്, ഇതാണ് ഗ്ലോബലൈസേഷൻ. ഇനി നോക്കിക്കേ, 8 മാർക്സിൻ്റെ essay ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. What is new economic policy?
Analyze liberalization policy measures introduced in India as a part of new economic policy in 1991. അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസി എന്താണെന്നും അതേപോലെ തന്നെ ലിബറലൈസേഷൻ പോളിസി മെഷേഴ്സ് എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസീസ് ഓഫ് 1991. അടുത്തത് നോക്കേണ്ടത് ലിബറലൈസേഷൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഫീച്ചേഴ്സ്. എസ്സേ ചോദിക്കാം കേട്ടോ. അടുത്തത് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് is an outcome of globalization? Answer is outsourcing. അടുത്തതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിറക്റ്റ് ടാക്സ്? ഡിറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആണ് കേട്ടോ. കുറച്ച് പറഞ്ഞു തരാം അതിനെ പറ്റിയിട്ട്. ഡിറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഡയറക്റ്റ്ലി പേ ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽസ് കേട്ടോ, അല്ലെങ്കിൽ ബിസിനസ്സുകാർ. എക്സാമ്പിൾ ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് ഒക്കെയാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ tax collected and remitted by one, whereas its impact falls upon another. Indirect tax in examples sales tax, excise duty ഇതൊക്കെയാണ്. Explain the background of new economic policy in 1991. Repeated ആണ്. Explain liberalization measures implemented as a part of new economic policy in 1991. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ലിബറലൈസേഷൻ എസ്സേ. ദെൻ ലിബറലൈസേഷനിൽ വരുന്ന ഡിവിഷൻസ് നോക്കണം. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ടാക്സ് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. അടുത്ത ചാപ്റ്ററാണ് പോവേർട്ടി, ചാപ്റ്റർ 4. ഇതിൽ നിന്ന് വാട്ട് ഈസ് പോവേർട്ടി ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പോവേർട്ടി ലൈൻ ഇസ് ദ കട്ട് ഓഫ് പോയിൻറ്റ് വിച്ച് ഡിവൈഡ്സ് പോപ്പുലേഷൻ ആസ് പുവർ ആൻഡ് നോൺ പുവർ. വൈ ഡസ് പോവേർട്ടി എക്സിസ്റ്റ് ഇൻ ഇന്ത്യ? കോസസ് ഓഫ് പോവേർട്ടി 5 മാർക്സിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. കോസസ് ഓഫ് പോവേർട്ടി: ലോ ഇൻകം, lack of assets, unemployment, inequalities, isolation and powerlessness, vulnerability, low economic growth, population explosion. ഇതൊക്കെ ഇതിൻ്റെ കോസസ് ആണ്. Government adopted a 3-dimensional approach towards poverty alleviation in India. What are the 3 approaches? Analyze them. ഈ 3-pronged approaches വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ 3യിൽ നിന്ന് ആ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ളതിൽ നിന്ന് ചോദിക്കും. ചാപ്റ്റർ 4 പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു ചോദ്യമാണ്. 3-pronged approaches. റിലൈങ് ഓൺ ഗ്രോത്ത്, അത് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക്, പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ. അപ്പോൾ ഇത്രയാണ് 3-pronged അപ്രോച്ചസിൽ വരുന്നത്. അതേപോലെ തന്നെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ഗവൺമെൻറ് അഡോപ്റ്റഡ് എ 3-dimensional approach towards poverty alleviation in India. വാട്ട് ആർ ദ 3 approaches? അനലൈസ് ദം എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പോവർട്ടി അലിവേഷൻ അപ്രോച്ചിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസ്, അതും നമുക്കതിൽ ആൻസറായിട്ട് എഴുതാം. ദാറ്റ് ഈസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആൻഡ് ദ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഉറപ്പാണ്, എന്തായാലും അത് പഠിക്കണം. റൈറ്റ് 2 factors that help poverty alleviation process in കേരള. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ള ഒരു സംഭവം, PDS അല്ലേ, റേഷൻ ഷോപ്സൊക്കെ വഴിയായിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം. അതേപോലെ തന്നെ നമുക്ക് തൊഴിലുറപ്പ് സ്കീം അതെഴുതാം. എക്സ്പ്ലെയിൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവർട്ടി അലിവേഷൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞത്. ഹു വാസ് ദ ഫസ്റ്റ് ടു ഡിസ്കസ് പോവർട്ടി ലൈൻ ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആൻസർ ഇസ് ദാദാഭായ് നവറോജി. 1 word എക്സ്പെക്ട് ചെയ്യാം. ദാദാഭായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അഗെയിൻ 1 word എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് എനി 4 causes ഓഫ് പോവർട്ടി, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ലിസ്റ്റ് എനി 2 characteristics ഓഫ് പുവർ, അതും എക്സ്പെക്ട് ചെയ്യാം. ഇല്ലിറ്ററസി, ഇൽ ഹെൽത്ത്, മാൽ ന്യൂട്രീഷൻ, അൺഎംപ്ലോയ്ഡ്,
നോ അസറ്റ്സ് ഇൻഡെറ്റഡ്നെസ് ടു വില്ലേജ് മണി ലെൻഡേഴ്സ്. ഇതെല്ലാനും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആണ്. അടുത്തത് ആദ്യമൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പറയാം. പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് എ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്. പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസിന് കുറച്ച് ക്രിട്ടിക്കലി അസസ് ചെയ്യുമ്പോൾ കുറച്ച് ഡെഫിഷ്യൻസീസ് ഉണ്ട്, കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. അത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ പണ്ടൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യണ്ട. പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് എ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ചോദിച്ചാൽ പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് എഴുതരുത്, ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് എഴുതണം. അതായത് resources allocated for various programs are not sufficient, implementing agencies are inefficient and corrupt, programs are fraught with leakages, benefits of some programs have been appropriated by the non-poor. ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനിയും ചാപ്റ്റർ 5ലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഈ പോയിൻറ്റ്സ് 5 എണ്ണം പഠിക്കുക, 5 മാർക്സിൻ്റെ ആയിട്ട് ഷുവറായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ എല്ലാത്തിനെയും പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഇനി ഈ ചാപ്റ്റർ നോക്കുമ്പോൾ റെഗുലേറ്ററി ബോഡീസ്, ഈ ഒരു ചോദ്യം വൺ വേർഡിൽ എക്സ്പെക്റ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ സെക്ടറിലെ റെഗുലേറ്ററി ബോഡീസാണ് NCERT, കേട്ടിട്ടുണ്ടാവും, UGC, AICTE. ഇത് മൂന്നും എഡ്യൂക്കേഷൻ സെക്ടറിലെ റെഗുലേറ്ററി ബോഡീസാണ്. NCERTയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, UGCയുടെ ഫുൾ ഫോം യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, AICTEയുടെ ഫുൾ ഫോം ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതിനുശേഷം റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ റെഗുലേറ്ററി ബോഡീസും അതേപോലെ NCERTയോ UGC ഏതെങ്കിലും ഒരെണ്ണം കൂടെ തന്നിട്ട് ചോദിക്കും ഓഡ് വൺ എഴുതാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൽ ICMR എന്നുള്ളത് ശരിക്കും ഒന്ന് നോക്കി വെച്ചു. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 6 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ചാപ്റ്റർ 5ൽ നിന്ന് ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻസ്. ഇനി ചാപ്റ്റർ 6 റൂറൽ ഡെവലപ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചിരിക്കണം. നബാർഡ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ നബാർഡ് സെറ്റ് ചെയ്ത ഇയർ ചോദിക്കാറുണ്ട് വൺ വേർഡായിട്ട്, 1982. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം എന്താണെന്നും മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങും ചോദിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രൊക്യൂറിംഗ്, സ്റ്റോറിംഗ്, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, ഗ്രേഡിംഗ്, transportation and distribution of agricultural commodities from the field to consumer. ഇതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം. മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് എന്ന് ചോദിച്ചാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇത് ഒന്ന് നോക്കിക്കോളൂ. 2021 ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്തിനാണ്, അതിൻ്റെ പ്രത്യേകതകൾ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൽ നമുക്ക് എഴുതാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 to 25 വരെ ആളുകളുണ്ടാകുന്ന ഒരു ഗ്രൂപ്പാണ്. ദേ എൻകറേജ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ് ഹാബിറ്റ് എമംഗ് മെമ്പേഴ്സ്. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വലിയ ക്രെഡിറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതെ ക്രെഡിറ്റ് കൊടുക്കുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതാണ്. വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൊടുക്കാതെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ. ഓക്കെ, ഈ കുടുംബശ്രീയൊക്കെ ഈ പറയുന്ന SHGയുടെ ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇനി ഹോർട്ടിക്കൾച്ചർ എന്താണെന്ന് നോക്കാം. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസ് ഉള്ള അതിനെയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയാം. ഓക്കെ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ് കണ്ടാലോർക്കുക ഹോർട്ടിക്കൾച്ചർ. ഗ്രീൻ റെവല്യൂഷൻ അതിൽ വരുന്നത് ഫുഡ് പ്രൊഡക്ഷൻ, വൈറ്റ് റെവല്യൂഷൻ മിൽക്ക്, ഗോൾഡൻ റെവല്യൂഷൻ ഹോർട്ടിക്കൾച്ചർ, സിൽവർ റെവല്യൂഷൻ എഗ്, ഗ്രേ റെവല്യൂഷൻ ഫെർട്ടിലൈസേഴ്സ്, ബ്ലൂ റെവല്യൂഷൻ ഫിഷ്, ബ്ലാക്ക് റെവല്യൂഷൻ പെട്രോളിയം ക്രൂഡ് ഓയിൽ, യെല്ലോ റെവല്യൂഷൻ ഓയിൽ സീഡ്സ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി ചാപ്റ്റർ 7 എടുത്തു കഴിഞ്ഞാൽ
ചാപ്റ്റർ 7 മുമ്പ് ചാപ്റ്റർ 6 ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ് നോക്കിയിട്ട് പോകണം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ organic food has high nutritional value. It is labor intensive. It generates more employment. Organic food has huge international market. Higher incomes can be earned through exports. It is eco-friendly and sustainable. ഈ പോയിൻറ്റ്സ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി ചാപ്റ്റർ 7 ആണ്. ഈ ചാപ്റ്ററും കൂടി ഉള്ളൂ. എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ ഇത് ഒന്ന് നോക്കി വെക്കണം. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ്. ഈ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കും ഇത് ഏതിൻ്റെയാണ്, ഇതിന് എന്ത് ടേം എന്നാ പറയുക, ഇക്വേഷൻ എന്തിൻ്റെയാണ്, ആ ടേം എഴുതാനായിട്ട് ചോദിക്കും. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. അപ്പോൾ ഇതൊന്ന് നോക്കാം കേട്ടോ. പോപ്പുലേഷൻ ഇൻറ്റു 100 ഇവിടെ യു ആണ്, ഇൻറ്റു 100. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്. സെൽഫ് എംപ്ലോയ്ഡ്, കാഷ്വൽ വേജ് ലേബറേഴ്സ്, റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ടു ഏൺ എ ലിവിങ്. അതായത് വർക്കേഴ്സ് അവരെന്താ ചെയ്യുന്നത്, സ്വന്തമായിട്ട് ഒരു എൻ്റർപ്രൈസ് ഓൺ ചെയ്യുന്നു, അതവർ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാ, ഒരു ലിവിങ്, ജീവിക്കാനായിട്ട്. സോ അതാണ് സെൽഫ് എംപ്ലോയ്ഡ് വർക്കേഴ്സ്. എക്സാമ്പിൾ ഷോപ്പ് കീപ്പേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്, ലോയേഴ്സ്, ഹോട്ടൽ ഓണേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്സ് എക്സെട്ര. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, സ്വന്തമായിട്ടാണ് ഒരു ഇത് ഓൺ ചെയ്തിട്ട് അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കാഷ്വൽ വേജ് ലേബറേഴ്സ് ആണ്. വർക്കേഴ്സ് ഹു ഗെറ്റ് ഡെയിലി വേജസ് ആർ കോൾഡ് കാഷ്വൽ വേജ് ലേബറേഴ്സ്. ഡെയിലി വേജ് കിട്ടുന്നവർ, ഡെയിലി കൂലി മേടിച്ച് അങ്ങനെ ജോലി ചെയ്യുന്നവരാണ് കാഷ്വൽ വേജ് ലേബറേഴ്സ്. ദേ ഗെറ്റ് നോ അലവൻസസ്. അവർക്ക് അന്നത്തെ ദിവസം പണി ചെയ്താൽ കൂലി കിട്ടും, വേറെ അലവൻസസ് ഒന്നുമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല. എക്സാമ്പിൾ ഫാം വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഇവരൊക്കെയാണ്. നെക്സ്റ്റ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എംപ്ലോയിഡ് ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ഗെറ്റിംഗ് റെഗുലർ സാലറി ആൻഡ് അലവൻസസ്. അവർക്ക് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, അവർക്ക് റെഗുലർ സാലറി കിട്ടും, മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. എക്സാമ്പിൾ ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്റ്റാഫ് എക്സെട്ര. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി എന്നുള്ളത് നോക്കണം. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറിയിൽ വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ദെൻ മൈനിങ്, ക്വാറിങ്, ഫിഷറീസ് എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചർ വന്നിട്ട് അതേപോലെ എല്ലാ സെക്ടറിലെ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏതിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തെഴുതണം. സോ അഗ്രികൾച്ചർ കണ്ടവർക്ക് അത് പ്രൈമറിയാണ്. മൈനിങ്, ക്വാറിങ്, ഫിഷറീസ് ഒക്കെ പ്രൈമറി. സെക്കൻഡറിയിൽ വരുന്നത് മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ, ഇതെല്ലാം സെക്കൻഡറി. ടെർഷ്യറിയിലാണ് ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്, സർവീസസ്. അപ്പോൾ ട്രേഡ് ഓർത്തോ അത് ടെർഷ്യറിയിലാണ്. അതേപോലെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, സർവീസസ്. നെക്സ്റ്റ് വൺ ഇസ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. എന്താണെന്നൊരു ക്വസ്റ്റ്യൻ. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ജോബ്ലെസ് ഗ്രോത്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം, എന്നിട്ട് ജോബ്ലെസ് ഗ്രോത്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കണം, കാരണം ഇതിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മൾ നോക്കിയിട്ട് പോണതാണ് നല്ലത്. കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് പറയാം. ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറിഡ് ജോബ്സ് ടു കാഷ്വൽ വേജ് വർക്ക്. ആദ്യം സെൽഫ് എംപ്ലോയ്മെൻറ്റും റെഗുലർ സാലറിഡ് വർക്കും ഒക്കെ ചെയ്തിരുന്നവർ കാഷ്വൽ വേജ് വർക്കിലേക്ക്
മൂവ് ചെയ്യുന്നു, ഇതിൽ നിന്ന് മറ്റേതിലേക്ക് മാറുന്നു. ഓക്കെ, കാഷ്വൽ വേജ് വർക്കിലേക്ക് ആര് മാറുന്നു? സെൽഫ് എംപ്ലോയ്മെൻറ്റും റെഗുലർ സാലറീഡ് ജോബ് ചെയ്തവർ മാറുന്നു. ഇതിനെയാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കേണ്ടത് ജോബ്ലെസ് ഗ്രോത്ത്. ദ സിറ്റുവേഷൻ ഓഫ് ഹൈ ഗ്രോത്ത് വിത്ത് ലെസ് ജോബ് ഗ്രോത്ത് ഇസ് കോൾഡ് ജോബ്ലെസ് ഗ്രോത്ത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഹൈ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ജോബ് ഗ്രോത്ത് കുറവാണ്, ജോലി കുറവാണ്. ദാറ്റ് ഈസ് കോൾഡ് ജോബ്ലെസ് ഗ്രോത്ത്. ജോബ് കുറവാണ് പക്ഷേ ഗ്രോത്ത് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ജോബ്ലെസ് ഗ്രോത്ത്. അതും ഒന്ന് നോക്കണം. പിന്നെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഫോർമൽ സെക്ടറിനെയാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്നും ഇൻഫോർമൽ സെക്ടറിനെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും പറയാം. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഓൾ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എംപ്ലോയിങ് 10 hired workers or more. Regular salaried employees with other benefits like pension, leave facilities, medical benefits, maternity leave for women. ഇവരൊക്കെയാണ് ഫോർമൽ സെക്ടർ, ഓൾസോ കോൾഡ് ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ ഓൾ എംപ്ലോയീസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഫോർമൽ സെക്ടറിൽ വരും. ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും, ഓൾ അതേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സൺ വിത്ത് നോ റെഗുലർ ഇൻകം ആൻഡ് അതർ ബെനിഫിറ്റ്സ് ആർ ഓൾസോ കോൾഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. Farmers, agricultural laborers, owners of small enterprises, people working there as well as self-employed who do not have any hired workers. ഇങ്ങനെയുള്ളവരാണ് ഇൻഫോർമൽ ഓർ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അഗ്രികൾച്ചർ എന്നുള്ളത് ഏത് എംപ്ലോയ്മെൻറ്റിൽ വരുന്നതാണ്, ഏത് അൺഎംപ്ലോയ്മെൻറ്റിൽ വരുന്നതാണെന്ന്. അപ്പോൾ അഗ്രികൾച്ചർ എന്നുള്ളത് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റിൽ വരുന്നതാണ് എന്ന് പറയാറുണ്ട്, ഡിസ്ഗൈസ്ഡും പറയാറുണ്ട്. ഒരു ടെക്സ്റ്റിൽ സീസണൽ എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ആണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പറയാം. ഫസ്റ്റ് വൺ ഇസ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ജോലിയില്ല. അതായത് ചിലവരിപ്പോൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊരു സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കും അല്ലേ, ചില സെലക്റ്റഡ് ഏരിയാസിൽ അവിടെ പോയി നിൽക്കുന്നു, പക്ഷേ അവർക്ക് ജോബ് ഇല്ല. അതേപോലെ ചിലവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്യും, പക്ഷേ അവരെയും വിളിക്കുന്നില്ല. ഇതെല്ലാനും ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ഡെവലപ്പിംഗ് ഇക്കോണമീസിലൊക്കെ ഉള്ളതാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലധികം ആളുകൾ ഒരു ജോലി ചെയ്യുന്നു. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡിസ്ഗൈസ്ഡ്. അതേപോലെ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ എക്സാമ്പിളായിട്ട് പറയാം. അവിടെ ആകെ ബിസി സോയിങ് സീസണിലും ഹാർവെസ്റ്റിംഗ് സീസണിലൊക്കെ ഉള്ളൂ ജോലി. അതല്ലാന്നാണെങ്കിൽ ഇവർക്ക് ജോലിയൊന്നും ചെയ്യാനില്ല, അവർ അൺഎംപ്ലോയിഡ് ആയിട്ട് ഒരുപാട് നാളിരിക്കും. അപ്പോൾ ഇത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റിനും എക്സാമ്പിളാണ്. ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻസും ടെക്നോളജിയൊക്കെ വന്നുകൊണ്ട് കുറേ ആളുകളുടെ ജോലി പോയി. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതും ഒന്ന് നോക്കിയിട്ട് പോകണം. ഇതും ഭയങ്കര എളുപ്പമുള്ളതാണ്, നോക്കിയിട്ട് പോവാം. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. വൺ വേർഡ്സ് ഒന്നും ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്ത് ഈ പറഞ്ഞ വൺ വേർഡ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനപ്പെട്ടതും ചെയ്യാം കേട്ടോ. താങ്ക് യു.